നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സുപ്രീം കോടതി വിധി കടന്നുകയറ്റമാണ്, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം തമിഴ്നാട്ടിലേതുപോലെയല്ല, അത് വ്യത്യസ്തമായ കാര്യമാണ്. ഗവർണർക്ക് ബില്ലുകൾ തീർപ്പാക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ നിരീക്ഷണം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ കോടതി പറയുന്നത് ഗവർണർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്യണമെന്നാണ്. എന്നാൽ അങ്ങനെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിഷയം കേട്ട ബെഞ്ച് ഇത് ഭരണഘടനാ ബെഞ്ചിനെ വിടേണ്ടതായിരുന്നുവെന്നും അവർ ചർച്ച ചെയ്ത വിഷയം ഒരു ഭരണഘടനാ വിഷയമായിരുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ബില്ലിന് അംഗീകാരം നൽകാൻ ഗവർണർക്ക് ഭരണഘടന ഒരു സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് സുപ്രീം കോടതി 1 മാസമോ 3 മാസമോ സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ ഭേദഗതിയായി മാറുന്നു. ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനാണ് എന്നും അദ്ദേഹം ചോദിച്ചു. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശം പാർലമെന്റിനാണ്. ഭേദഗതിയെ അനുകൂലിച്ച് നിങ്ങൾക്ക് 3-ൽ 2 ഭൂരിപക്ഷം വേണം. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ ഭരണഘടനാ വ്യവസ്ഥയുടെ വിധി തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം കേരളത്തിൽ ബില്ലുകൾ ഒന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ല എന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെ കുറിച്ച് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ചിരുന്നു. ഭരണഘടനയുടെ വ്യവസ്ഥകൾ പ്രകാരം രാഷ്ട്രപതി അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പ്രശ്നം അവിടെ അവസാനിച്ചു. നിലവിൽ രാജ്ഭവന് മുന്നിൽ ബില്ലുകൾ ഒന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ല എന്നും അതേസമയം മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ഇതുവരെ തങ്ങൾക്കിടയിൽ വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവ പരിഹരിക്കുകയും ചെയ്യും. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾക്ക് എപ്പോഴും പരിഹാരമുണ്ടെന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുക എന്നതാണ് ഏക ആവശ്യം. നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നും ആർലേക്കർ പറഞ്ഞു.